എന്തെന്നറിയുമോ? റബ്ബിബ്നിലി ഇൻദക ബൈതം ഫിൽ ജന്ന, എനിക്ക് സ്വർഗത്തിലൊരു കൊട്ടാരം മതി പടച്ചവനെ. പെങ്ങളെ, സീരിയലിന്റെ കഥയല്ല പറഞ്ഞത്, സിനിമയുടെ കഥയല്ല പറഞ്ഞത്. ആ പെണ്ണിനെ കാണിച്ചിട്ടാണ് ഖിയാമത്ത് നാൾ വരെയുള്ള പെണ്ണിനോട് അല്ലാഹു പറയുകയാ, നിങ്ങൾ കണ്ടുപഠിക്കണേ, നിങ്ങൾ ആസിയാനെ കണ്ടുപഠിക്കണേ, നിങ്ങൾ ആസിയാനെ പോലെയാകണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് പടച്ച റബ്ബ് കേറിയാൽ നമ്മുടെ ഈമാൻ ഉറയ്ക്കുകയാണ്, നമ്മുടെ പേടി പോവുകയാണ്, നമ്മുടെ ഭയം നഷ്ടപ്പെടുകയാണ്. അല്ലാഹുവിനെ അല്ലാതെ നമുക്ക് വേറെ ആരെയും പേടിയില്ലാതാവുകയാണ്. പക്ഷേ എന്തു പറയാറ്, മുസ്ലിം ഉമ്മത്തിന് അല്ലാഹനെ കുറിച്ചറിയില്ലടോ, അല്ലാഹനെ നമുക്ക് പേടിയില്ലടോ. നമുക്ക് പടച്ചവനെ സൃഷ്ടികളെ വല്ലാത്ത പേടിയാണ്, ഭരണാധികാരികളെ വല്ലാത്ത പേടിയാണ്. മരണവും ഖബറും നരകവും മസ്റയും സിറാത്തുമല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം എന്തെന്നറിയുമോ ഉസ്താദേ? ഭരണം മുഴുവനും അവരുടെ കയ്യിലാണല്ലോ. ഓരോ നിയമങ്ങൾ പാസ്സാക്കുന്നല്ലോ, ഏക സിവിൽ കോഡ് വരുന്നല്ലോ, പൗരത്വ ബില്ല് വരുന്നല്ലോ, പടച്ചവനെ വഖഫിൽ കൈവച്ചല്ലോ, പടച്ചവനെ തലാഖിൽ കൈവച്ചല്ലോ. ഇസ്ലാമിന്റെ ഓരോ വിഷയങ്ങളിലും അവർ കൈവച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നാടി വിടേണ്ടി വരുമോ? നമ്മളെ പുറത്താക്കപ്പെടുമോ? നമ്മുടെ ചിന്ത ഇതാടോ, നമ്മുടെ ഭയം ഇതാടോ. എന്നാൽ ഈ മഖാമിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ മുസ്ലിമേ, എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോ, എന്തെങ്കിലുമൊക്കെ പറയുമ്പോ വല്ലാതെ ഭയപ്പെടുന്ന സഹോദരാ, അല്ലാഹു ചോദിക്കുകയാ, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബലികും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ചോദിക്കുക, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഭയം അല്ലാഹുവൊന്നുമല്ല, നമുക്ക് അല്ലാഹുവിനൊന്നുമല്ല പേടി. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചോദിക്കുന്ന ഉസ്താദെ, ഇപ്പൊ പൗരത്വ ബില്ല്, ഏക സിവിൽ കോഡ് നമ്മളെ കാട്ടി ഓടിക്കും. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഭയം അതാ ഉസ്താദെ, അധികാരം മുഴുവനും അവരുടെ കയ്യിൽ, കോടതിയും നിയമങ്ങളും എല്ലാവരുടെ കയ്യിൽ. നമ്മളിപ്പോ എന്താ ചെയ്യാ? നമ്മളിപ്പോ വല്ലാത്ത പേടി, ആകെ 5 സെന്റും വീടും ഉണ്ട്, അത് വിട്ടിട്ട് പോകേണ്ടി വരുമോ എന്നുള്ള ടെൻഷനാ നമുക്ക്. അല്ലാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ, അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. 5 സെന്റും വീടും കളഞ്ഞിട്ട് പോകണമെങ്കിൽ പോണം. നീ എന്താ വിചാരിച്ചേ? നീ എന്താ വിചാരിച്ചേ? അല്ലാഹു ചോദിക്കുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, പൊന്മുടി പോലെ വെറുതെ കയറി പോകാൻ പറ്റുന്ന സ്ഥലമാണ് സ്വർഗം.